നമസ്കാരം. പ്രഭാതശീലങ്ങൾ എന്നതുപോലെ ഉറങ്ങാൻ പോകുന്ന സമയത്തും ചിട്ടകൾ ശീലിക്കുന്നത് ഉത്തമമാണ്. കാരണം സുഖനിദ്രയിലൂടെ മാനസികമായ ഉണർവ് ലഭിക്കുന്നതുമാണ്. രാത്രി നന്നായി ഉറങ്ങിയാൽ തന്നെ പിറ്റേന്ന് കാര്യങ്ങൾ ഊർജ്ജസ്വലമായി ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. ഒട്ടുമിക്കവരും ജീവിത തിരക്കിനിടയിൽ ഉറക്കത്തിന് അഥവാ നിദ്രയ്ക്ക് പ്രാധാന്യം നൽകാറില്ല. തന്മൂലം കർമ്മോത്സുകരായി ഇരിക്കേണ്ട പകൽ സമയം മുഴുവൻ ക്ഷീണത്തിലേക്ക് വഴി മാറുകയും ചെയ്യും. ഉറങ്ങുന്നതിന് കൃത്യമായി തന്നെ സമയം നിങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കിടക്കുന്നതിന് മുൻപേ ദന്തശുദ്ധി വരുത്തി കാലും കൈയും കഴുകി വന്ന് കിടക്കയിലിരുന്ന് ശിവ ക്ഷമാപണ സ്തോത്രം നിങ്ങൾ ജപിക്കണം. പകൽ നേരത്ത് ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ നിരവധിയാർന്ന തെറ്റുകൾ ചെയ്ത് പോയിട്ടുള്ളതാകുന്നു. ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് സാക്ഷാൽ പരമശിവനോട് ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഭഗവാനോട് ക്ഷമ ചോദിക്കുക എന്നതാണ്. അത്തരത്തിലാണ് സങ്കല്പം. ഏവരും നിത്യവും ചെയ്യുക. ഈ കാര്യം ഒരിക്കലും നിങ്ങൾ മുടക്കുവാൻ പാടില്ല എന്നതാണ് വാസ്തവം. ആ മന്ത്രത്തെക്കുറിച്ച് ആദ്യം പരാമർശിക്കാം. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ പാപങ്ങൾ നാൾക്ക് നാൾ കുറയുന്നതാണ്. പാപമുക്തി ലഭിക്കും. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം കരചരണകൃതം വ കായജം കർമ്മജം വ ശ്രവണനയനജം വ മാനസം വ അപരാധം വിഹിതമഹിതം വ സർവമേതത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്നാണ്. ഈ മന്ത്രം ഏവർക്കും പരിചിതമായ ഒരു മന്ത്രം തന്നെയാകുന്നു. ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും ജപിക്കണം. എന്നാൽ എപ്രകാരമാണ് ജപിക്കേണ്ടത് എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട്. മനഃശുദ്ധി അനിവാര്യമാണ്. ഞാൻ തെറ്റുകൾ ചെയ്തു, ഈ മന്ത്രം ജപിച്ചാൽ വീണ്ടും തെറ്റുകൾ ചെയ്യാം, അത്തരത്തിൽ നിങ്ങൾ ജപിക്കുവാൻ പാടുള്ളതല്ല. ഭഗവാനോട് ക്ഷമ തന്നെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതിനാൽ ഒരിക്കലും വീണ്ടും ആ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാൻ പാടുള്ളതല്ല. ഈ മന്ത്രത്തിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അർത്ഥമറിഞ്ഞ് ജപിച്ചാലാണ് പൂർണ്ണമായ ഫലസിദ്ധി വന്നു ചേരുക. കൈകാലുകളാലും ബലം കർമ്മം എന്നിവയാലും കണ്ടതും കേട്ടതിനാലും മനസ്സാലും വാക്കാലും ഹിതവും അഹിതവുമായ എല്ലാ അപരാധങ്ങളും ക്ഷമിച്ചാലും ഭഗവാനെ ശ്രീ മഹാദേവ ശംഭോ എന്നാണ് മന്ത്രത്തിന്റെ അർത്ഥം. മന്ത്രത്തിന്റെ അർത്ഥം അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പ്രാധാന്യം മനസ്സിലാകുന്നതാണ്. തീർച്ചയായും ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ നിങ്ങളുടെ ആ പാപങ്ങൾ ഒഴിച്ച് ഭഗവാൻ നിങ്ങൾക്ക് മുക്തി നൽകുക തന്നെ ചെയ്യും. ഈ മന്ത്രം നിത്യവും ഉറങ്ങുന്നതിന് മുൻപ് ഒരേ ഒരു തവണ അർത്ഥമറിഞ്ഞ് ജപിച്ചാൽ മനസ്സ് ശാന്തമാവുകയും സുഖകരമായ ഉറക്കവും നിങ്ങൾക്ക് ലഭിക്കും. ക്രമേണ മനസ്സിന്റെ ശക്തിയും ചൈതന്യവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പുതിയ ഊർജ്ജസ്വലമായ ആശയങ്ങളും വിചാരങ്ങളും മനസ്സിൽ ഉടലെടുക്കുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കും. ഊർജ്ജസ്വലരായി നിങ്ങൾ മാറും. ഭഗവാന്റെ അനുഗ്രഹം സദാ നിങ്ങൾക്കൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുക തന്നെ ചെയ്യും. തുടർന്ന് നിങ്ങൾക്ക് ഉറക്കം വരുന്നതുവരെ തന്മേമന ശിവസങ്കല്പമസ്തു തന്മേമന ശിവസങ്കല്പമസ്തു എന്ന് ജപിച്ചുകൊണ്ടേ ഇരിക്കുക. തന്മേമന ശിവസങ്കല്പമസ്തു എന്നാണ് ജപിക്കേണ്ടത്. ഉറക്കം വരുന്നത് വരെ നിങ്ങൾ ഈ നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് മാറ്റങ്ങളുടെ ഒരു തുടക്കമായി തന്നെ മാറും. നിങ്ങൾക്കത് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള വഴികൾ തുറന്ന് ലഭിക്കുന്നതിന് പോലും സഹായകരമായി തീരും. മനസ്സ് അത്രമേൽ ശാന്തമായി തീരും. മനസ്സിന്റെ ഭാരം നിങ്ങൾക്ക് ഇറക്കി വയ്ക്കുവാൻ സാധിക്കും. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുഭവിച്ചറിയും എന്നതാണ് വാസ്തവം. ഇത് പലരുടെയും അനുഭവം തന്നെയാണ്. തീർച്ചയായും നിങ്ങളും ഈ കാര്യം ചെയ്യണം.
ഉറങ്ങുന്നിടത്തായി ചില വസ്തുക്കൾ ചില പാടില്ല, ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. അതല്ല എങ്കിൽ നെഗറ്റീവായ ഊർജം നിങ്ങളെ ബാധിക്കുന്നതാണ്. അതിൽ പ്രധാനമായത് ചെരുപ്പാണ്. പലരും ചെരുപ്പ് അത് വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന ചെരുപ്പാണ് എങ്കിലും നിങ്ങളുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന്റെ അടുത്തായി പാടില്ല എന്നാണ് പറയുക. അകറ്റി വയ്ക്കേണ്ടതായ ഒരു വസ്തുവാണ് ചെരുപ്പ്. ബെഡ്റൂമിന്റെ പുറത്ത് വയ്ക്കാം, എന്നാൽ അകത്ത് പാടില്ല എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകണം. പ്രത്യേകിച്ചും ഈ മന്ത്രം ജപിക്കുമ്പോൾ ചെരുപ്പ് അടുത്ത് പാടുള്ളതല്ല. മറ്റൊന്ന് ഭയപ്പെടുത്തുന്നതായ ചിത്രങ്ങളാകാം, വന്യമൃഗങ്ങളുടെ ചിത്രങ്ങളാകാം, അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ചിത്രങ്ങളാകാം. ഇത്തരത്തിൽ ഭയം ഉളവാക്കുന്നതായ ചിത്രങ്ങൾ അത് എന്തു തന്നെയാണ് എങ്കിലും ബെഡ്റൂമിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങളുടെ പോസിറ്റീവ് ഊർജത്തെ കാര്യമായി ബാധിക്കുകയും നെഗറ്റീവായ ഊർജം ബാധിക്കുന്നതിനും അത് നിങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവായി പല ചിന്തകളിലേക്കും അല്ലെങ്കിൽ തെറ്റായ ചിന്തകളിലേക്ക് നയിക്കുന്നതാണ്. പാടില്ല എന്ന് നിസ്സംശയം പറയാം. കണ്ണാടി, പൊട്ടിയ കണ്ണാടി പലരും ബെഡ്റൂമിൽ വയ്ക്കുന്നതാണ്. ചെറിയ പൊട്ടലാണ് വീണിട്ടുണ്ടാവുക, ചെറിയ വിള്ളൽ വീണിട്ടുണ്ട് എങ്കിൽ പോലും പാടില്ല എന്നതാണ് വാസ്തവം. വീട്ടിൽ നിന്നും നിർബന്ധമായും ഒഴിവാക്കേണ്ടതായ ഒന്നാണ് പൊട്ടിയ കണ്ണാടി. നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിനും ആ കണ്ണാടിയിൽ നോക്കുന്നതിലൂടെ നെഗറ്റീവായ ഊർജം ബാധിക്കുന്നതിനും നിങ്ങളുടെ ഭാഗ്യം നാൾക്കുനാൾ നശിച്ചു പോകുന്നതിനും അത് കാരണമായി തീരും. പാടുള്ളതല്ല. ബെഡ്റൂമിലും വീട്ടിലും പാടില്ല എന്ന് നിസ്സംശയം പറയാം. മറ്റൊന്ന് കേടായ വസ്തുക്കളാണ്. പലപ്പോഴും കേടായ വസ്തുക്കൾ പിന്നീട് ശരിയാക്കാം എന്ന ധാരണയിൽ ചിന്തയിൽ പലരും ബെഡ്റൂമിൽ വയ്ക്കുന്നതാണ്. ഒരിക്കലും പാടുള്ളതല്ല. ശരിയാക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ ഉടനെ ശരിയാക്കുക. ഇനി അഥവാ ശരിയാക്കുവാൻ സാധിക്കാത്തതായ വസ്തുക്കളാണ് എങ്കിൽ തീർച്ചയായും വീടുകളിൽ നിന്നും നിങ്ങൾ അവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും പുസ്തകത്തിന് മുകളിൽ തലയണ വയ്ക്കുവാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ പുസ്തകത്തിന് മുകളിൽ തല വെച്ച് കിടക്കുവാൻ പാടുള്ളതല്ല, ദോഷകരമാണ്. പണം തലയണയ്ക്കടിയിൽ വച്ച് ഉറങ്ങുവാൻ പാടുള്ളതല്ല, പലരും ചെയ്തു പോകുന്നതായ ഒരു കാര്യമാണ്. അബദ്ധവശാൽ നിങ്ങൾ അപ്രകാരം ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഇനി അപ്രകാരം ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടാതെ ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം അഥവാ കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം ഉറങ്ങുക. ഈ മന്ത്രം ജപിക്കുന്നതിന് മുൻപ് നാം ആഗ്രഹിക്കുന്ന കാര്യം നടന്നു എന്ന് ചിന്തിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കൂടാതെ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. നെഗറ്റീവായ പല കാര്യങ്ങളും ജീവിതത്തിലൂടെ കടന്നുപോയി എന്ന് വരാം. ഒരിക്കലും നിങ്ങൾ പതറുവാൻ പാടുള്ളതല്ല. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ട് തന്നെ നീങ്ങുക. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ ക്ഷിപ്രപ്രസാദിയായ സാക്ഷാൽ പരമശിവൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പല വഴികളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.